ഹാജരാക്കാനുള്ള സമയം അനുവദിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പെർമിറ്റ് ഹാജരാക്കാനുള്ള സമയം അനുവദിച്ചിട്ട് ഞാൻ ഇത് ധിക്കരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ നടപടി ഉണ്ടായാൽ പെർമിറ്റിന്റെ എല്ലാവരും ഒന്ന് കണ്ടു. ഒന്നല്ല 2 കോപ്പി കൊടുക്കുകയാണ്. കോടതി ഉത്തരവിന്റെ കോപ്പി ഇങ്ങനെ പുറയുന്നു കൊടുക്കാൻ പറ്റില്ല. എല്ലാവരും കണ്ടോ? പെർമിറ്റിന്റെ കോപ്പിയാണ്. ഇതിന്റെ അകത്ത് വണ്ടി നമ്പറും റൂട്ടും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഡേറ്റ് നോക്കിക്കോണം. (30-8) വരെ പെർമിറ്റ് ഉള്ളതാണ്. കൃത്യമായിട്ട് കോടതി പറഞ്ഞിരിക്കുന്നതാണ്. കോടതിക്ക് മുകളിലൊന്നും അല്ല ഇദ്ദേഹത്തിന്റെ ജോലി. നോക്കണം, എല്ലാവരും നോക്കണം. വണ്ടി നമ്പർ നോക്കണം. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് സൈഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടല്ലോ? പെർമിറ്റ് ഉണ്ടോ ഇല്ലോ എന്നുള്ളത് ഇദ്ദേഹത്തെ കാണിച്ചില്ല എന്ന് പറയരുത്. ഞാൻ കോപ്പി തരണ. ഇൻട്രീം ഓർഡർ അത് ഓർഡറാണോ? അത് എന്തിന്റെ ഓർഡർ ആണെന്നുള്ള അറിയോ? ഇതെന്തിന്റെ അല്ല, അത് പെർമിറ്റ് ആക്കി തരാൻ ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് അവർ തരുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. പെർമിറ്റ് വാങ്ങിച്ചതിന് ശേഷം ഓടിയാൽ മതിയെങ്കിൽ അത് കാണിച്ചല്ലോ. വാ, ഡ്രൈവർ എന്ത്? പെർമിറ്റ് കാണിച്ചു. പെർമിറ്റിന്റെ കോപ്പി, പെർമിറ്റിന്റെ അല്ല, കോടതി ഉത്തരവിന്റെ കോപ്പി. പെർമിറ്റിന്റെ കോടതി ഉത്തരവിന്റെ പെർമിറ്റിന്റെ കോടതി ഉത്തരവ് കോപ്പി നൽകി. പെർമിറ്റിന്റെ കോടതി ഉത്തരവിന്റെ കോപ്പി നൽകി. സാർ എഴുതരുത്. സാറിന് ഹാൻഡ് റൈറ്റിംഗ് എഴുതിയിട്ട് പിന്നെ അത് അല്ല വായിച്ച അതെ ഞാൻ പറഞ്ഞു. സാറിനെ കൊണ്ട് ഞങ്ങൾ ഇനി വല്ല എഴുതിപ്പിക്കുന്നത്. ഓക്കെ. കോടതി ഉത്തരവിന്റെ എടുക്കുന്നേ കോപ്പി ഹാജരാക്കി. കോടതി പെർമിറ്റിന്റെ കോടതി അല്ല, അത് പെർമിറ്റ് കണ്ടല്ലോ. ഇത് മാറ്റി ആ പെർമിറ്റ് അല്ല, അത് പെർമിറ്റ്. നിങ്ങളെ കോടതി ഉത്തരവിന്റെ കോപ്പി എനിക്ക് തന്നു ആണല്ലോ. അതെന്തിന്റെ? ഞാൻ നിങ്ങളോട് പോകുന്നു ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ കയറണമെന്ന് പറഞ്ഞൊരു ഓർഡറാണോ? ഇല്ലല്ലോ. ഈ വാഹനത്തിന്റെ നമ്പറിലുള്ള കോടതി ഉത്തരവിന്റെ കോപ്പിയാണ്. അതെ, ഈ വാഹനത്തിന്റെ നമ്പറിലുള്ളതെന്നിരിക്കും. നമ്പറിലുള്ള കോടതി ഉത്തരവിന്റെ കോപ്പി ഹാജരാക്കി. അത് നമ്പറിലുള്ള നല്ലൊരു തിരിയല്ലോ നമുക്ക് തിരിക്കാന്നേ. ഞാൻ വായിക്കത്തില്ല. കോടതിയുടെ കോപ്പി ഹാജരാക്കി. ഇതെങ്ങനെയാണ് സാർ? ഇത് ഞങ്ങളെങ്ങനെ വായിക്കുന്നത്? ഇതെന്ത് വായിക്കാൻ പറ്റത്തില്ല. കോടതി ഉത്തരവിന്റെ കോപ്പി ഹാജരാക്കി. ഈ വാഹനത്തിന് നമ്പരുണ്ട്. ഈ വാഹനത്തിന്റെ അതിന് മണ്ടല്ലേ മണ്ടേ എടാ നല്ല പിടിച്ചെഴുതിക്കൂടെ. തെളിയണം. വാഹനത്തിന് വില കൊടുത്തുള്ള എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോ? വിലപിടിപ്പുള്ള എന്തെങ്കിലും അത് മാത്രമല്ല അതെടുത്ത് ഡേറ്റും ടൈമും കൂടെ ഇന്നത്തെ ഡേറ്റും ടൈമും കൂടെ ഒന്ന് ഇരിക്കുന്നത് അവിടെ. അതിനാ ഡേറ്റും ടൈമും കൂടെ. ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് എത്ര? 23/6. ഒന്നും പറയാല്ല. 100 രൂപ വെച്ചിട്ട് പോവാൻ അത് സാറിന് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടാണ് സാർ ഇപ്പൊ ഈ പണി കാണിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം വേറെയാ. കോടതി ഉത്തരവ് കാണിച്ചെന്നുള്ളത്
അതുകൂടെ എഴുതി അവൻ ഒപ്പിട്ടുണ്ട്. ഉത്തരവ് കാണിക്ക്. ആ കാണിക്കുന്ന ഇപ്പൊ വരുന്നത് ഇപ്പൊ പാദയാത്രയിൽ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞാല് പെട്ടെന്ന് കിട്ടുന്ന സാധനമല്ലല്ലോ ഇത്. ഇതൊക്കെ വാഹനത്തിൽ സൂക്ഷിക്കണം. വാഹനത്തിൽ സൂക്ഷിക്കേണ്ട സാധനമല്ല. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൈവെക്കാനാണ്. എല്ലാ സാധനവും കൈവച്ചാൽ മതി. അത് ഓർഡർ കൈവച്ചാൽ മതി. ഞാൻ വണ്ടി വാങ്ങണം. ആ വണ്ടി വാങ്ങുന്നതെല്ലാം നോക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ സാറേ ലൈസൻസ് ഉണ്ടോ എന്ന് നോക്കുന്ന ഇപ്പൊ എങ്ങനെയാ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സാറിന് ഈ കോടതി ഉത്തരവ് കാണിച്ചത്. അപ്പൊ സാറിന് പറ്റിയാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നു നോക്കാൻ പോലും കാണിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ചെയ്യുന്നു. ആർടിഒക്ക് കോപ്പി ചെയ്ത അപേക്ഷ 16-ാം തീയതി കൊടുത്തിട്ടുള്ള അത് എന്റെ കുഴപ്പമല്ല. പിന്നെ താക്കോൽ എടുത്തിട്ടില്ല. ഞാൻ വണ്ടിക്കകത്ത് കയറിയിട്ടില്ല. താക്കോൽ എടുത്തിട്ടില്ല. ഇതൊന്നും എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്നാ അത് വണ്ടി കസ്റ്റഡിയിൽ എടുത്തു പറഞ്ഞ് ഒപ്പിട്ടതാണല്ലോ. സാർ വണ്ടി കസ്റ്റഡിയിൽ എടുത്തിട്ട് പോയാൽ മതി. കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ ഇത് ഒപ്പിട്ട് താക്കോൽ കൈമാറും. ഞാൻ കൃത്യമായിട്ട് താക്കോൽ എന്നോട് ചോദിച്ചിട്ടല്ല നിങ്ങൾ വണ്ടി താക്കോൽ ഊരിയത്. ഞാൻ ഊരിയിട്ടില്ല. നിങ്ങൾ ഊരിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അത് നിങ്ങൾ പറഞ്ഞാൽ ആകുമല്ലോ. ഡ്രൈവറല്ലേ ഇവിടെ കേട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ കൊണ്ട് കേട്ടില്ല. അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ മുകളിലോട്ട് കയറ്റാൻ പറഞ്ഞു മുകളിലോട്ട് കയറ്റും. എന്റെ കൈവരെ കൊണ്ട് ഇത് ഇട്ട് നിഗ്രഹിപ്പിച്ചു പോകാനാണ് ഉദ്ദേശിച്ചത്. സാറിന് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെങ്കിൽ ആദ്യം ഈ പണിക്ക് ഇറങ്ങരുത്. വണ്ടി ഉദ്യോഗസ്ഥന് ഓടിക്കണം. അത് ഇറങ്ങരുത്. താക്കോൽ എടുത്തിട്ട് മാറ്റിയിട്ടല്ല ഓടിക്കണമെന്ന് പറയുന്നത്. അത് നിങ്ങൾ പറയണം. നിങ്ങൾ താക്കോൽ എടുത്ത് കൈ വെച്ചിട്ട് വണ്ടിയില്ല നിങ്ങൾ അവിടെ കയറ്റി കാണിക്കേണ്ട ഗിരീഷ് വലിയ ഷോ ഒന്നും കാണിക്കണം. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞതിൽ എന്റെ ഒത്തിരി കാലങ്ങൾ നിങ്ങളെ പോലെയുള്ള ഷോ കളിച്ചതാ. വണ്ടി നമ്മൾ തന്നെ എടുത്ത് അവര് പറയുന്നത് അല്ലെ ഒരു ബസ് മാത്രം കുറച്ച് കാലമായിട്ട് വിട്ടത് അത്രേ ഉള്ളൂ. അതിന്റെ കാര്യം അല്ല എന്നാലും ഞാൻ കൊണ്ട് അവിടെ കൊണ്ട് ഞാനാ പറഞ്ഞു സാറ് വണ്ടി എടുത്തന്നെ. മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരല്ലേ. ഉദ്യോഗസ്ഥരെ ഓടിക്കാൻ അറിയത്തില്ല. ഒന്ന് കേട്ടിട്ടൊന്ന് ഞങ്ങളൊന്ന് കാണട്ടെന്ന്. നിങ്ങളുടെയൊക്കെ വൈഭവങ്ങൾ ഞങ്ങൾ അറിയണ്ടേ. പണ്ട് ഇപ്പഴല്ല അത് പണ്ട്. ഇപ്പോഴത്തെ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ കോടതി ഉത്തരവ് ഹാജരാക്കി എന്നുള്ളത് പറഞ്ഞു. അതുകൂടെ കോടതി